ശ്രീസങ്കല്പം ഹിന്ദുവിസത്തിൽ വേറെ തരത്തിലാണ്. ദേവി സങ്കല്പം മറ്റ് വേറൊരു തരത്തിൽ ആയി മാറാത്തത് നായന്മാർ ഇഴവന്മാരുടെയിലും പിന്നീട് അത് വിറ്റ് തുടങ്ങുമ്പോഴാണ്. അത് വിറ്റ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമ്പോൾ അതിൽ ദേവി സങ്കല്പം മാറും. അത് കത്തോലിക്ക സമുദായത്തിലും അവിടെയുണ്ട് ഈ കന്യാസിമാരെ കാശ്. പക്ഷെ അത് വേറെ സെഗ്രിഗേഷനിലാണ് വിറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി പോകുന്നതാണ്. അവരെ കാണാൻ പറ്റുള്ളൂ കന്യാസ്ത്രീ കത്തോലിക്ക സമുദായത്തിൽ. അപ്പന് കാശില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് പള്ളിക്ക് മേടിച്ചാൽ മതി, അത് അത്രേ പോയുള്ളൂ. യൂറോപ്പിൽ തന്നെയായിരുന്നു ഏറ്റവും കാശില്ലാത്തവർ കന്യാസ്ത്രീമാരായത്. അപ്പോൾ നിനക്ക് അതിൻ്റെ ഗതികേട് വരാതിരിക്കട്ടെ. ഇപ്പോഴത്തെ കോൺവെർസേഷൻ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വേറെ ഇലക്ട്രോണിക് മീഡിയയുടെ കാര്യങ്ങളാണെങ്കിലും അത് വേറെ ഇടത്തില്ല. നായരീട ബന്ധങ്ങൾ വരുമ്പോൾ അത് വിറ്റുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദേവീസ്ഥാനം വേറെ ഇടത്തിലായിപ്പോൾ ദേവി എല്ലായിടമായി മാറി. അത് വേറെ ഇടത്തിൽ പറയാൻ ഇപ്പോഴത്തെ ഈ പറയുന്ന നേരത്തുള്ള നിമിഷത്തിലുള്ള മലയാള ഘടന എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. വേറെ പിന്നെ വരയ്ക്കാം. ദേവി ഇതുള്ള വേറെ ഇടത്തിലായി മാറി. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സമൂഹത്തിൽ ഏത് രാമനോടുള്ള എതിരാണ് എന്നുള്ള വേണമെങ്കിൽ റിസർച്ച് ചെയ്യൂ. എന്തുകൊണ്ട് നായരുടെ വേറെ ഭാഗത്ത് കേരള സംസ്ഥാനം ഉണ്ടാക്കാനുള്ള ശ്രമം അന്നത്തെ തമ്പരാക്കന്മാർ നോർത്ത് ഇന്ത്യക്കാരോടോ മറ്റുള്ളവരോടോ ആലോചിച്ച് ചെയ്താണോ, അതോ അത് തമ്മിലുള്ള വഴക്കാണോ മറ്റു തമ്പരാക്കന്മാരുടെ നോർത്ത് ഇന്ത്യക്കാരായിട്ട്, അത് എനിക്കറിയില്ല. അങ്ങനെയാണ് ഈ ഇമ്പോർട്ട് അവിടുന്ന് വന്ന് റീക്ലാസിഫിക്കേഷൻ ഉണ്ട്. ചിന്തിക്കാനുള്ളൊരു വിഷയമാണ്. പക്ഷേ ഇത് പേടിക്കേണ്ട കാര്യം ഉണ്ടാക്കി തോന്നില്ല. ആളോട് നായന്മാരും റോഷന്മാരും അവരെ ഉൾക്കൊള്ളിക്കാതെ എന്താണ് നായർന്ന് അന്വേഷിക്കാറില്ല, ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷിക്കാറുള്ളൂ. നായരിടന്മാർ അത് പറയുന്ന ഒരു വാളമറങ്ങാട്ടോൺ സ്വദേശിയായിരുന്നു ഒരു കാലത്ത്. പഴയ കുടുംബമാണ്, പഴയ കാലത്തുണ്ട്. പക്ഷെ ഒരു പ്രത്യേക തരത്തിലാണത്. ആ കുടുംബം ഗോദാർദകുഷും പെറ്റിക്കൂഷ് സമുദായത്തുമായി ബന്ധപ്പെട്ട സ്വിംഗ്ലി സമുദായം, പ്രൊട്ടസ്റ്റന്റ് കാൽവിൻ സമുദായം, ബാസിൽ മിഷൻ സമുദായവുമായി ബന്ധപ്പെട്ട ഗോദാർദ്, ഷോൺ ലൂക്ക് ഗോദാർദ്, എല്ലാവർക്കും അറിയാം. ലോകത്തിലെ എല്ലാവർക്കും അറിയാം. അയാളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് അഗമ്പൻ ബാഡ്യു, ജാക്ക് നാൻസി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. 10-25 ആട്ടുകളുണ്ട്. അവരൊക്കെ ഫ്രഞ്ച്, മറ്റു പല യൂറോപ്യൻ ചിന്തകർ, ജർമ്മൻ ചിന്തകർ ഒരുപാട് പേരുടെ അതിനകത്ത്. ആ പുസ്തകവും 2 വോള്യമാണ് പുസ്തകമുള്ള. അത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ കിട്ടും. അതുകൂടാതെ കോൾട്ടസിനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. സ്വന്തം രചനയകത്തൊരു ചെറിയ പ്ലേലെറ്റ് ഉണ്ട്. 2 ചില വിമർശന ലേഖനങ്ങളുണ്ട്. കോൾട്ടസ് എന്ന അത്യന്താധുനിക നാടകത്തിനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂകളും പത്രീഷ്യറു എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു നാടകത്തിൻ്റെ അവിടെ കോൾട്ടസിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് അയാളുടെ പഠനങ്ങളും ഉണ്ട്. അത് വായിക്കാവുന്നൊരു സാധനമാണ്. കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുകയോ മറ്റു പല ഭാഷകളിൽ അവതരിപ്പിക്കുകയോ കോൾട്ടസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നൊരു ഗ്രന്ഥമാണ് ഇൻ്റർവ്യൂ. അയാളെങ്ങനെ നാടകത്തെ അപ്രോച്ച് ചെയ്യുന്നുള്ളത്. അത് പ്രധാനമായിട്ടും 1-2 ആളുകൾ വളരെ നല്ലതാണ്. എനിവേ അത് ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ന ലിങ്ക് വഴിയെ കിട്ടുകയും മറ്റേ പേര് സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ കിട്ടും ജോർജ് അയ്യൂർ എന്നുള്ള പേര്. അത് വഴി നോക്കുകയോ ഫ്ലിപ്കാർട്ടിൽ നോക്കാം. 2 കോൾട്ടസിനെ കുറിച്ചും ഗോദാർദിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അങ്ങനെ 3 പുസ്തകങ്ങൾ വെച്ചാൽ ട്രാൻസ്ലേറ്ററാണ് ഈ പറയുന്നത്. വായിക്കുക, വളരുക. അതിനിടെ കൂടെ ഈ ബ്ലോഗ് ഇട്ടു. അതൊരു സമൂഹത്തിൻ്റെ ഇന്നത്തെ സോഷ്യോളജി അടുത്തല്ല റീറൈറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ചില ബ്ലോഗുകൾ വായിക്കുക. അതിലുണ്ട്. വെറുതെ റിസർച്ച് നിങ്ങൾ നടത്താം. അവിടെ ചേർത്തി.